ഇതാ കേക്ക് ഐസിങ് ചെയ്യാൻ പോകണം. അപ്പോൾ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലുള്ള ലെയറാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലോണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ന്യൂസിലിട്ടിട്ട് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുള്ള് ചെയ്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കി കൊടുക്കുക. ഫില്ലിങ്ങിന് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള ലെയറാണ് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ക്രീം ആക്കുക, ഫില്ലിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നൈഫ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് നല്ലോണം അതിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തപ്പോൾ തന്നെ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ആക്കിയിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് ക്രീമിൽ മാത്രം ടച്ച് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കുന്ന ലെയർ നമ്മൾ ടിന്നിൽ അടിവശം കട്ട് ചെയ്യുന്ന ലെയറാണ് കേട്ടോ. കട്ട് ചെയ്തത് അടിയേക്കും, കട്ട് ചെയ്യാതെ ക്ലീൻ ആയിട്ടുള്ള ഭാഗം മുകളിലും വരുന്ന രീതിയിലാണ് ഏറ്റവും ടോപ്പിൽ ലെയർ വെച്ച് കൊടുക്കുക. ഇതാ ഞാൻ ഓരോ ലെയേഴ്സും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്ത പോലെ തന്നെ ലെയേഴ്സ് വെക്കുക. പിന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് കൊടുക്കുക. പിന്നെ ഓരോ ലെയേഴ്സും അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് കൊടുക്കുക, ക്രീം കൊടുക്കുക, ഫില്ലിങ്സിന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫുള്ള് ലെയേഴ്സും സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ്. ഇതുപോലെ ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് കോട്ടിങ് കൊടുത്ത് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് കൊടുക്കുക കേട്ടോ. ഇത് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് ഫൈനൽ കോട്ടിങ് കൊടുക്കാണ്. ക്രീം എടുത്തിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ക്രീം എടുത്തിട്ട് വേണം സൈഡിൽ കൊടുക്കാൻ. എന്നാലേ നമുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ. ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് കുറച്ചാലും പുറത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം കൊടുക്കാം. ഈ സ്പഞ്ച് കാണുന്ന ഭാഗത്തൊക്കെ ക്രീം ഇട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മുകളിലും വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യും കേട്ടോ. എന്നിട്ട് വെച്ച് കൊടുക്കാം മുകൾ ഭാഗം. സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡ് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടില്ലേ, പിന്നെ സൈഡ് ഫിനിഷിങ് ആയിരുന്നു. എന്നിട്ട് ഓരോ ടൈം യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ സ്ക്രാപ്പർ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തത് കേക്കിലേക്ക് ടച്ച് ചെയ്യാൻ. കേക്കിന്റെ സൈഡൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. സൈഡ് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷിങ് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. നമ്മൾ ക്രീം അത്യാവശ്യം കൂടുതൽ ക്രീം ഇട്ടതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. കണ്ടില്ലേ, നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ വശം ഫിനിഷിങ് ചെയ്യുന്നതാണ്. ഇനി നമ്മള് മുകൾ വശമാണ് കേട്ടോ ചെയ്യുന്നത്. സ്ക്രാപ്പർ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഉള്ളിലേക്ക് ഒഴിച്ചെടുക്കാം. ഷാർപ്പ് അടിച്ച് സൈഡിൽ വരും ചെയ്യും, നമുക്ക് ഉള്ളിൽ ക്ലീൻ ആവുകയും ചെയ്യും. ഇതുപോലെ ഓരോ ടൈം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിമത്തെ ക്രീം തുടച്ച് മാറ്റിയതിന് ശേഷം മാത്രം അടുത്തത് കേക്കിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക. പതുക്കെ തൊട്ടില്ല, അതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ. സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. ഫുള്ള് എന്തായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. സൈഡും മുകളിലും ഒരുപോലെ ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചോക്ലേറ്റ് കൊടുക്കാം സൈഡില്. ഇപ്പൊ നമ്മളെ കേക്ക് ഫുള്ള് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഫൈനൽ കോട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതില് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ള് സ്ക്രാപ്പർ യൂസ് ഇതാക്കിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുള്ള് ചോക്ലേറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ക്ലീൻ ചെയ്യാം. അടുത്തത് നമ്മൾ ഇതിനുള്ള മേലെ ഫ്ലവറും ഡെക്കറേഷൻസും കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള പൈപ്പിംഗ് ബാഗ് നോസിൽ, ഇതാണ് 2D നോസിൽ. കണ്ടില്ല, സ്റ്റാർ നോസിലിനെ പോലെ ഇതിന്റെ ഈ ടിപ്പ് മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കേട്ടോ. കാണുന്നില്ലേ? പൈപ്പിംഗ് ബാഗിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നോട്ടിട്ട് ഇതുപോലെ ഇതിന്റെ ടിപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഇടാൻ.
ക്രീം ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഡെക്കറേഷൻസ് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യാം കേട്ടോ. അടുത്തതും ഇതുപോലെ കൊണ്ടുവന്നിട്ട് റൗണ്ട് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്യാം, റൗണ്ട് ചെയ്യാം. നമ്മളെ ടിപ്പ് ഒരിക്കലും കേക്കിൽ ടച്ച് ചെയ്യരുത്. ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഫ്ലവറാവും മുമ്പിലേക്ക്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ്. നല്ല ജെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്തിട്ടുള്ളൂ. 1/2 kg വൈറ്റ് ഫോറസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് 1/2 kg കേക്കാണ്. 541.